ഹലോ, ഏവർക്കും സ്മാർട്ട് പീസ് ഓൺലൈൻ സ്വാഗതം. ഈ കഴിഞ്ഞ ഫയർ വുമൺ പരീക്ഷയ്ക്ക് റിട്ടുകളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. മറ്റേ തെറ്റായ ജോഡി എന്നുള്ള രീതിയിൽ, അതായത് ഒരു റിട്ടിൻ്റെ പേരും അതിൻ്റെ മീനിങ്ങും വരുന്ന രീതിയിൽ. അപ്പോൾ അതേപോലെ ചോദ്യം നമ്മുടെ ഈ ഖാദി ബോർഡ് LDC പ്രിലിംസിനും ഉണ്ടായിരുന്നു 5ാം ഘട്ടത്തിൽ. അപ്പോൾ ആ റിട്ടുകൾ നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റിട്ടുകളുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൽ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ എന്ത് ചെയ്യാം, പിൻ ചെയ്തേക്കാം. ഓക്കെ, അത് കാണാത്തൊരു കണ്ടു നോക്കാം. നിങ്ങൾക്ക് റിട്ടുകളായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അവിടെ നിന്ന് പഠിക്കാൻ പറ്റും. ഇനി ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ റിട്ടുകൾ ഈ 5 എണ്ണം അതെങ്ങനെ പെട്ടെന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. അതായത് ആ റിട്ടുകളുടെ പേരും അതുമായി ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ അർത്ഥവും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ഇത് എനിക്ക് നന്നായി കണക്ട് ആവുന്നുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശ്രമിക്കുക. ഓക്കെ, ഒന്നാമത് ഹേബിയസ് കോർപ്പസ്. അതിന് പ്രത്യേക കണക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യം പഠിക്കുന്ന റിട്ട് അതായതുകൊണ്ടും പിന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടൊക്കെ ആയതുകൊണ്ടും നമുക്ക് നന്നായിട്ട് അറിയാം അതിൻ്റെ മീനിങ് എന്താണ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം അല്ലെങ്കിൽ ശരീരം ഹാജരാക്കുക എന്നൊക്കെയാണ് ഹേബിയസ് കോർപ്പസിൻ്റെ മീനിങ്. അടുത്ത് മൻഡാമസ് ആണ്. മൻഡാമസ് എന്താണ്? മൻഡാമസിന്റെ മീനിങ് ആണ് നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്നു. നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്നു. അതെങ്ങനെ കണക്ട് ചെയ്യാം? ഇപ്പം ഇങ്ങനെ ഓർത്താൽ ഒരു മേലധികാരി എന്ന് ഓർക്കുക. അപ്പോൾ അയാളുടെ താഴെ ജോലി ചെയ്യുന്ന മറ്റൊരാൾ. ഓക്കെ, അപ്പോൾ അയാൾ ഈ മേലധികാരി താഴെയുള്ള ആളുടെ അടുത്ത് പറയാണ്, ഹെ മാൻ ഞാൻ കൽപ്പിക്കുകയാണ്, ഞാൻ ആജ്ഞാപിക്കുകയാണ്, നീ അത് ചെയ്തേ. മനസ്സിലായി? ഹെ മാൻ ഞാൻ കൽപ്പിക്കുകയാണ്, ഞാൻ ആജ്ഞാപിക്കണം. അപ്പം മാൻ എന്ന് വിളിച്ചിട്ടായിരിക്കത്തില്ലേ അദ്ദേഹം ആജ്ഞാപിക്കുന്നത്. മനസ്സിലായി? അപ്പം ഒരു മേലധികാരി താഴെ ഉള്ള ആളുടെ അടുത്ത് പറയുന്നിട്ട് ഓർത്താൽ മതി, ഹെ മാൻ ഞാൻ കൽപ്പിക്കുകയാണ്, ആജ്ഞാപിക്കുകയാണ്. അപ്പം എന്ത് കിട്ടും? നമുക്ക് മൻഡാമസ് കിട്ടും. ഓക്കെ, അപ്പം മൻഡാമസ് എന്ന് വെച്ചാൽ നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്നു. അതാണ് മൻഡാമസ്. ഇങ്ങനെ ഓർത്താൽ മതി, ഹെ മാൻ എന്ന് വിളിച്ചിട്ട് കൽപ്പിക്കുന്നു ആജ്ഞാപിക്കുന്നു എന്ന് പറയുന്നതായിട്ട് ഓർത്താൽ മതി. ഓക്കെ, അത് കിട്ടും കേട്ടോ. അടുത്ത് കോവാറൻറ്റോ. ഓക്കെ, കോവാറൻറ്റോ ഓർത്തിരിക്കാൻ എളുപ്പമൊഴി പറഞ്ഞുതരാം. നിങ്ങളൊരു പഴയകാല വീട് ഓർക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സിനിമയിൽ ഒരു രംഗം ഓർത്താൽ നമ്മളെ വരിക്കാശ്ശേരി മനയിൽ ആറാം തമ്പുരാൻ സിനിമ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ആറാം തമ്പുരാൻ സിനിമയിൽ ഇപ്പം നമുക്കറിയില്ല, മോഹൻലാലിൻ്റെ ഒരു ശക്തമായ കഥാപാത്രമാണ് ആറാം തമ്പുരാൻ സിനിമയിലുള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ ആ മനയിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വാറണ്ടുമായി കയറി വരികയാണ്. ഓക്കെ, അപ്പോൾ ഈ വരുന്ന ആളോട് ഈ ലാലേട്ടൻ്റെ കഥാപാത്രം, ജഗന്നാഥൻ കഥാപാത്രം ചോദിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചേ, എന്ത് അധികാരത്തിൽ താൻ ഈ വാറന്റുമായി ഇവിടെ വന്നു എന്ന് ഓർത്താൽ മതി. കിട്ടുന്നില്ലേ? എന്ത് അധികാരത്തിൽ ഈ വാറന്റുമായി താൻ ഇവിടെ വന്നു. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. അപ്പോൾ അതും കിട്ടും. ക്ലിയർ ആണല്ലോ. അടുത്ത് പ്രൊഹിബിഷൻ. ഓക്കെ, പ്രൊഹിബിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? വിലക്കുക, തടയുക അല്ലേ? പ്രൊഹിബിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? വിലക്കുക, തടയുക എന്നാണ് അർത്ഥം വരുന്നത് പ്രൊഹിബിറ്റ്. അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ എന്താണ്? വിലക്കുക അല്ലെങ്കിൽ തടയുക. അടുത്ത സെഷ്യോററി. സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക. സെഷ്യോററി എന്ന് വെച്ചാൽ എന്താണ്? സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണത്. ഓക്കെ, അപ്പോൾ ഇതിൽ അങ്ങോട്ട് മാറിപ്പോകുന്ന 2 എണ്ണേ ഉള്ളൂ, മൻഡാമസും കോവാറന്റെയും. അപ്പം മൻഡാമസ് എങ്ങനെ ഓർത്തിരിക്കാന്ന് ഞാൻ പറഞ്ഞു. എന്താണ് മൻഡാമസ്? എങ്ങനെ ഓർത്തിരിക്കാൻ നമുക്ക്? ഹെ മാൻ കൽപ്പിക്കുന്നു, ആജ്ഞാപിക്കുന്നു എന്നോർത്താൽ മതി. അടുത്ത് കോവാറന്റ് ഓർത്തിരിക്കാൻ എന്ത് അധികാരത്തിൽ താൻ ഈ വാറന്റുമായി ഇവിടെ വന്ന് കയറി. ആ ഒരു സീൻ ഒന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് കേട്ടോ, അതങ്ങ് കണക്ട് ചെയ്ത് വെച്ചാൽ അവിടെയും കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ റിട്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ക്ലാസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കിയാൽ മതിയാവും. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, അടുത്തൊരു വീഡിയോ കാണാം. ബൈ, ടാറ്റാ.